വീട്ടിലെ പ്രസവം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരുന്നത് കോഴിക്കോട് കോർപ്പറേഷനിലെ ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു കേസിലാണ്. വീട്ടിൽ പ്രസവിച്ചതിനെ തുടർന്ന് കോർപ്പറേഷൻ ജനന സർട്ടിഫിക്കറ്റ് നിഷേധിച്ചുവെന്നായിരുന്നു ഈ സംഭവത്തിലെ ആരോപണം. ഈ സംഭവത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കോർപ്പറേഷനിലെ ചില വാർഡുകളിൽ സമാനമായി വീടുകളിൽ പ്രസവം നടന്നതായി ആരോഗ്യ പ്രവർത്തകർ വെളിപ്പെടുത്തി. ഞെട്ടിക്കുന്നതായിരുന്നു ആ വെളിപ്പെടുത്തൽ. അക്യുപങ്ചർ ചികിത്സയാണ് ഇവരെല്ലാം അവലംബിച്ചിരുന്നത് എന്നുള്ളതും ഇതിൽ പുറത്തു വന്നൊരു കാര്യമാണ്. ഒരു പ്രതികരണം കാണാം. ഡെലിവറി എവിടെ നിന്നാണ് കഴിഞ്ഞത്? വീട്ടിൽ നിന്നായിരുന്നു കഴിഞ്ഞിരുന്നത്. ഹോസ്പിറ്റലിൽ ഡേറ്റ് ഒക്കെ തന്നിരുന്നത്, പക്ഷേ വീട്ടിൽ നിന്നായി പ്രസവം പെട്ടെന്ന്. അപ്പോൾ ആയത് അവരോട് പറയുകയും ചെയ്തു, പക്ഷെ അവരത് അംഗീകരിക്കുന്നില്ല. അവർക്ക് തെളിവാണ്, കുഞ്ഞനാണ് ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത്. ഒരു റിസ്ക് ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും. വീട്ടിൽ നിന്നാണ് പ്രസവം, അതിലൊരു റിസ്ക് സ്വാഭാവികമായിട്ടുണ്ട്. ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു? ഒരിക്കലും ഇല്ല. റിസ്ക് ഉണ്ട്. നമ്മൾ രണ്ടോളം അക്യുപങ്ചർ പഠിച്ച ആൾക്കാരാണ്. സോ ഇതിൻ്റെ വലിയ റിസ്ക് ഇല്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. സോ ആ രീതിയിൽ നമ്മൾ നോക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് പാനിക് ആയിട്ടില്ല ഈ ടൈമിൽ നമ്മൾ. VS രഞ്ജിത്ത് നൽകും വിശദാംശങ്ങൾ. VS രഞ്ജിത്ത്, എന്തോ ഭാഗ്യത്തിന് ആ സ്ത്രീയുടെ പ്രസവം ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ അപകടങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് ഞങ്ങൾ അക്യുപങ്ചർ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നേരത്തെ നമ്മളോട് സംസാരിച്ച അതിഥി അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് അതുവഴി പ്രസവം നടത്താൻ പറ്റുന്നത് എന്നുള്ളതാണ് ശാസ്ത്രീയമായ ചോദ്യം. അതവിടെ നിൽക്കട്ടെ. ഇത് എങ്ങനെയാണ് കോഴിക്കോട് മാത്രമല്ല, ഇപ്പോൾ മലബാറിൽ തന്നെ ഇത്തരം സംഭവങ്ങൾ കൂടുതലായി വരുന്നത് കണക്കുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് നടക്കുന്നത്? റോഷ്നി, ഇത് മതവുമായി കണക്ട് ചെയ്തുകൊണ്ട് അക്യുപഞ്ചർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതായത് മതപരമായ വിശ്വാസമാണ് ഇതിൻ്റെ അടിസ്ഥാനം. പിന്നീട് അതിൽ അക്യുപഞ്ചർ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ചികിത്സാ രീതിയിലേക്ക് ആളുകൾ പോകുന്നത് എന്നുള്ളതാണ്. അക്യുപഞ്ചറിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത, അക്യുപഞ്ചർ മരുന്നില്ലാതെ, ആശുപത്രിയില്ലാതെ, ആശുപത്രികളുടെ സഹായമില്ലാതെ എങ്ങനെ ചികിത്സിക്കാം എന്നുള്ളതാണ്. അതായത് വാക്സിൻ കൊടുക്കാതെ, മരുന്ന് സ്വീകരിക്കാതെ, അവർ ക്യാൻസർ പോലും ആ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ആളുകളാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ മരുന്നില്ലാതെ ട്രീറ്റ് ചെയ്യാം എന്നുള്ള ഒരു ഓഫർ അക്യുപഞ്ചർ നൽകുമ്പോൾ അത് ആവശ്യമുള്ള ഒരു വിഭാഗം മതത്തെ കൂട്ടുപിടിച്ച് അങ്ങോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് ഈ പ്രസവ സമയത്ത് സ്ത്രീകളുടെ സ്വകാര്യതയൊക്കെ പുരുഷ ആരോഗ്യ പ്രവർത്തകർ കാണുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാവുന്നു. അപ്പോൾ അത് ഒഴിവാക്കാൻ ആശുപത്രി തന്നെ ഒഴിവാക്കിയേക്കാം, വീട്ടിൽ പ്രസവം ഭർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നടത്താം എന്നൊക്കെ മതപരമായ വിശ്വാസം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള ചികിത്സയിലേക്ക് പോകുന്നതെന്നാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ ചില അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കരിക്കാംകുളം ഭാഗത്ത്, കോട്ടൂളി ഭാഗത്ത്, കാരപ്പറമ്പ് ഭാഗത്തൊക്കെ ചില പ്രത്യേക മേഖലകളിൽ ചില പ്രത്യേക വിശ്വാസങ്ങൾ സൂക്ഷിക്കുന്ന ആളുകൾ അവർ ആ രീതിയിലുള്ള ചികിത്സാ രീതികൾ അവലംബിക്കുകയും വീട്ടിൽ പ്രസവം നടത്തുകയും അത് കോംപ്ലിക്കേഷൻ ആവുകയും ഒക്കെ നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ ആശാപ്രവർത്തകർ തന്നെ ഇക്കാര്യങ്ങൾ നമ്മളോട് വെളിപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി. അതുപോലെ കോഴിക്കോട് കോർപ്പറേഷനുമായി ബന്ധപ്പെടുമ്പോൾ ഈ വാർഡുകളിൽ ഇത്തരത്തിൽ ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷകൾ നിരവധി വരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇതെല്ലാം അക്യുപഞ്ചർ ചികിത്സയുടെ പേരിലും അതോടൊപ്പം അക്യുപഞ്ചർ ചികിത്സയെ ചില വിശ്വാസങ്ങളുമായിട്ടൊക്കെ കൂട്ടിക്കുഴച്ച് അതിനെ ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും രഞ്ജിത്ത്, ഈ മതത്തിന്റെ നേതൃത്വത്തിലുള്ളവർക്കും സാമുദായിക നേതാക്കൾക്കും ഒക്കെ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും ഇതിനെ തടയുകയും ഒക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്തമില്ലേ എന്നുള്ള ചോദ്യം കൂടി ഇപ്പോൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇത് ശ്രദ്ധിക്കേണ്ട വിഷയമായതുകൊണ്ടാണ്.